അനീഷേ യാ ആ നീയായിരുന്നു എന്തുണ്ട്? നീ എപ്പോ ഒന്ന് ചാടി കളിയാ? ഞാൻ ഇന്നലെ രാത്രി എത്തിയടാ. പണ്ടൊക്കെ നീ ദുബായിൽ നിന്ന് വരുമ്പോൾ ആദ്യം അറിയുന്നത് ഞാനായിരുന്നു. ഇപ്പം വലിയവരും പറഞ്ഞിട്ട് വേണം ഞാൻ അറിയാം. നീ ഒന്ന് വിളിച്ചു പോലെയല്ലോ കളിയാ. ഞാൻ നിന്നെ അവിടെ കുറേ വിളിച്ചിട്ടുണ്ടായിരുന്നു. നീ പിന്നെ എൻ്റെ കോൾ കണ്ടാൽ എടുക്കത്തില്ലല്ലോ. ഓരോ ടെൻഷൻ്റെ പുറത്ത് ഓടി നടക്കുക കളിയാ. നിനക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ അറിയാമെന്നല്ലേ? ആ അറിയാം. ഇതാരാ? അയ്യോ പരിചയപ്പെടുത്താൻ മറന്നു, എൻ്റെ കൂട്ടുകാരനാ. ഹായ് ബ്രോ. ഹായ്. എന്താ പരിപാടി? വർക്ക് ചെയ്യണം? ഞാൻ ഒരു 5-6 കൊല്ലം അബുദാബിയിലുണ്ടായിരുന്നു. പിന്നെ നാട്ടിൽ വന്ന് സ്വന്തമായിട്ട് ഇപ്പോൾ 2 കമ്പനിയൊക്കെ ഉണ്ട്. ആഹാ, എന്ത് കമ്പനിയാ? ഒരു വെള്ളവടി കമ്പനി, ഒരു ചീട്ടുകളി കമ്പനി. ഇദ്ദേഹമൊക്കെയാണ് നമ്മുടെ പാർട്ട്നേഴ്സ്. ശരി. അപ്പോൾ എങ്ങനെ കുറച്ചാളായാലും ഒന്ന് കൂടിയിട്ട് ഒരെണ്ണം അടിക്കണ്ടേ? 2 ബോട്ടിൽ കൊണ്ടുവന്നായിരുന്നു. ഒന്നളിയനും എടുത്ത് ഒരെണ്ണം ഇരിപ്പുണ്ട്. അതോ 2 പേർക്ക് അച്ഛനെ വേണം. ബാക്കി നിങ്ങൾ അടിച്ചു. അതൊന്നും വേണ്ട. നീ വരുന്ന അറിഞ്ഞിട്ട് നിൻ്റെ ഫേവറേറ്റ് സാധനം ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഡാഡി വിൽഫ്രഡ് ഇല്ലേ? ഞങ്ങളുടെ അച്ഛൻ്റെ ഫേവറേറ്റാണ്. വീട്ടിലാണ് അമ്മയില്ല, നമുക്ക് അവിടെ നിന്ന് അടിക്കാം. അത് വേണ്ട, അടിയൊക്കെ ഞാനൊന്ന് ചവിട്ടിയേക്കുക. ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമുക്ക് അടിച്ചേ ഒക്കത്തുള്ളൂ. അല്ലേ ഒരു അത്യാവശ്യം പോകണം, ഇത് കൊടുക്കുക. ഹലോ, ഫ്ലാറ്റ് ലിവർ ഉണ്ടോ? ഫാറ്റ് ലിവറൊന്നുമില്ല. എനിക്ക് ലിവറേ ഇല്ല. വിഷ്ണു എപ്പോഴും പറയും കേട്ടോ അനീഷിൻ്റെ കാര്യം. വാ തുറന്നവന് അനീഷിൻ്റെ കഥ പറയാനേ സമയമുള്ളൂ. ഭയങ്കര സ്നേഹമാണ്. ആ അതെ, ഞങ്ങൾ കൊച്ചിലെ മുതലേ ഒന്നിച്ച് കളിച്ച് വളർന്നേ. എന്നാലും ഇങ്ങനെ ഉണ്ട് ഒരു സ്നേഹം. വാ തുറന്നു കഴിഞ്ഞാൽ അനീഷ് അവർ അച്ഛൻ പോലും അനീഷ് കഴിഞ്ഞിട്ടേ ഉള്ളൂ. ഞാൻ തമാശ പറഞ്ഞല്ലോ കേട്ടോ. കാരണം ഇതുപോലെ കൂട്ടുകാരനെ സ്നേഹിക്കുന്ന വേറൊരുത്തരം ഞാൻ കണ്ടിട്ടില്ല. ഒരു അനീഷിൻ്റെ പുരാണം കേട്ട് മടുത്തിട്ട് ഞാൻ ചോദിച്ചു ആരടി അനീഷെന്ന് ചോദിച്ചു. ഇവന് കലി അങ്ങോട്ട് കയറിയിട്ട് എന്നെ ഇല്ല ആന ചുരുട്ടിക്കൂട്ടി താഴെ അടിക്കുമ്പോൾ ഒറ്റ അടി. അന്നാണ് എനിക്ക് മനസ്സിലായത് നിങ്ങളുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ ഒരു ഡെപ്ത്. സത്യം കേട്ടോ, ജീവന ഇതുപോലെ കൂട്ടുകാരനെ കിട്ടിയ നിങ്ങളുടെ ഭാഗ്യമാണ്. എടാ വകുപ്പ് ഉണ്ടാക്കാം, നീ ഒന്ന് സമാനപ്പെടും. 2 ദിവസമായിട്ട് എന്തോ പ്രശ്നത്തില്ല കേട്ടോ. എന്തോ പൈസ ആയിട്ട് ഇടപെടേണ്ട. അതൊക്കെ എന്തോ പൈസ കൊണ്ട് കൊടുക്കാനുണ്ട്. ആ സെറ്റ് ചെയ്യാം 2 ദിവസമായിട്ട് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ട്. എന്തോ പ്രശ്നത്തില്ല, ആർക്കാണ്ടൊക്കെ കാശ് കൊടുക്കാനുണ്ട്. അപ്പം വിളിക്കുന്നവരോടൊക്കെ 2 ദിവസങ്ങളിൽ തരാം, അല്ലെങ്കിൽ ഞാൻ കെട്ടി തൂങ്ങിച്ചാവും എന്നൊക്കെ പറയുന്നുണ്ട്. എന്തോന്നൊരു പിടുത്തമില്ല. എന്തെങ്കിലും കടും കൈ കാണിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴത്തെ കാലമല്ലേ, ഓരോ ചെറിയ കാര്യത്തിന് ഓരോരുത്തർക്ക് ഓരോന്ന് കാണിക്കുന്നു. നമ്മുടെ കയ്യിലാണെങ്കിൽ കൊടുത്ത് അയക്കാൻ കാശുമില്ല. ഉണ്ടെങ്കിൽ ഞാൻ കൊടുത്തേനെ, പാ പിടിച്ചോനാ, എനിക്ക് അവനെ വിശ്വാസം ഞാൻ കൊടുത്തേനെ. പക്ഷെ നമ്മുടെ ഇല്ല. എന്ത് ചെയ്യാൻ? അനീഷ് എന്ന് വെച്ചാൽ ജീവനാട്ടോ അവന്. അനീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ വിഷമിക്കുന്ന രീതിയായിട്ട് അളി മാറി നിൽക്കുന്നു. അപ്പോൾ അനീഷ് അറിഞ്ഞു കഴിഞ്ഞാൽ അനീഷ് സഹായിക്കുമെന്ന് അവനറിയാം. അപ്പോൾ അനീഷിനോട് പറയാനുള്ളൊരു കുറച്ചിൽ അവന് കാണും. അതുകൊണ്ട് അറിയിക്കുന്നു. പാവം. എല്ലാം ഉള്ളിൽ ഒതുക്കിയിട്ട് ചിരിക്കുക പാവം. അളിയാ എങ്ങനെ നമുക്ക് പോകണ്ടേ? അതൊക്കെ പോയേക്കാം. സംഭവമൊക്കെ കൊള്ളായിരുന്നു കേട്ടോ. പക്ഷെ നീ കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് ഭയങ്കര ഓവർ ആക്ടിങ് ആയിരുന്നു. എടാ നിനക്ക് നാണമില്ലേ? കഴിഞ്ഞ പ്രാവശ്യം ഇതേ സ്ക്രിപ്റ്റ് കളിച്ചിട്ടല്ലേ നീ എൻ്റെ 25,000 രൂപ വാങ്ങിച്ചോണ്ട് പോയത്? കഴിഞ്ഞ പ്രാവശ്യം നീ കൊണ്ടുവന്ന ആർട്ടിസ്റ്റ് കൊള്ളായിരുന്നു. അതുകൊണ്ടാണ് നിൻ്റെ തൊലിഞ്ഞ കഥ ഞാൻ പോലും വിശ്വസിച്ചത്. പക്ഷേ ഇവൻ പോരാ കേട്ടോ, ഭൂലോ ഓവർ ആക്ടിങ്. നിൻ്റെ വരവൊക്കെ കണ്ടപ്പോൾ ഞാൻ വിചാരിച്ച എൻ്റെ പൈസ കൊണ്ട് വരുമായിരിക്കും. അല്ലെങ്കിൽ നിൻ്റെ നാടക കമ്പനിയൊക്കെ കൊള്ളാം, ഇഷ്ടപ്പെട്ട്. പക്ഷേ 2 ദിവസത്തിനുള്ളിൽ എൻ്റെ പൈസ കിട്ടണം. ഇല്ലെങ്കിൽ നിൻ്റെ നാവ് പിടിച്ചാൽ കിടക്കും കൂട്ടുകാരൻ്റെ. ഞാനെന്താ എങ്കിൽ ശരി വിട്ടോ, 2 ദിവസം കഴിഞ്ഞ് ഞാൻ വരാം. നിന്റെ മുടി വരെ അഭിനയിക്കുന്നു പറഞ്ഞിട്ട് ഇതാണോ കോപ്പ നിന്റെ മെത്തേഡാറ്റി? മുടി ഇരിക്കുന്നില്ല.